അങ്ങനെ ചെയ്യാല്ലേ. അപ്പൊ ആളെയും കൊടുക്കും. ആൾക്ക് കുറച്ച് മടിയായിരിക്കും. ഐഷ അൻസാറ് നല്ലൊരു ഫുഡ് ഉണ്ടാക്കും, നല്ല കുക്കിംഗ് ആണുള്ളൂ, നല്ല ഭക്ഷണം ഉണ്ടാക്കും. പിന്നെ കുറെ ചെടീന്റെ പറ്റി നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും ചെടിയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തന്നോളൂ, ഞങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും. ചെടീന്റെ ഭ്രാന്തുണ്ട്, കുറെ ഫിഷിന്റെ ഭ്രാന്തുണ്ട്. പിന്നെ 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 സോയിനെ ചോദിച്ചു. സോയി വരുന്നുണ്ട്. വേഗം വരൂ. സോയി വാ, ഇവിടെ 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 കമോൺ വാ. ബിബി അബ്ബന്റെ മോള, അബ്ബന്റെ മോള്, അബ്ബന്റെ മോള്. സോയി വന്നു. ഇതാണ് മോളെ സോയി. എല്ലാവർക്കും വേണ്ടി കടിച്ചോളി. നമ്മളെ ചിക്കൻ ഷോപ്പിന്റെ പ്രൊമോഷൻ ചെയ്യണം. കമ്പളക്കാട് ഏറ്റവും വില കുറവിൽ, വയനാട് ജില്ലയിൽ തന്നെ ഏറ്റവും വില കുറച്ച് ചിക്കൻ വെക്കുന്ന ഷോപ്പാണ് ഐഷ അൻസാറിന്റെ ഹസ്ബൻഡിന്റെ അൻസാറിന്റെ ഷോപ്പ്. അഥവാ പള്ളിക്കുന്ന് റോഡിൽ, കമ്പളക്കാട് ടൗണിൽ പള്ളിക്കുന്ന് റോഡിൽ A1 ചിക്കൻ സ്റ്റാളുണ്ട്. എല്ലാ സ്ഥലത്ത് ചിക്കൻ ഉള്ളപ്പോൾ അവിടുത്തെ റേറ്റിന് ഒരു 10-20 ഉറുപ്പിന്റെ മാറ്റം എപ്പോഴും ഇവർ ഷോപ്പിലുണ്ടാവും. പിന്നെ ഹോൾസെയിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അവർ ഷോപ്പിൽ നിന്ന് ചിക്കൻ വാങ്ങുമ്പോൾ അതും നല്ല പ്രൈസ് കുറച്ച് കിട്ടും. ഇത്ര പ്രൊമോഷൻ മതി. ഞാൻ പ്രൊമോഷൻ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് നല്ല പേയ്മെന്റ് ഉണ്ട് മോളെ. അനിയത്തി കുട്ടി കടക്കട്ടെ. അപ്പം എൻ്റെ പേയ്മെന്റ് ഗൂഗിൾ പേ നമ്പർ എൻ്റെ അടുത്ത് ഇല്ല. ഞാൻ നാളെ വരാം, എനിക്ക് തന്നാൽ മതി. അപ്പൊ A1 ചിക്കൻ സ്റ്റാളിന്റെ മുതലാളിച്ചാണ് ഇരിക്കുന്നത്. ഇത് പിന്നെ നമ്മളെ വീഡിയോ കോളാണ് വിചാരിച്ചിട്ട് എനിക്ക് തരാം. ഗുഡ് ബോയ് നോ അല്ല, എനിക്ക് ഇങ്ങനത്തെ ക്രെഡിറ്റ് അല്ല വേണ്ടേ, എനിക്ക് പേയ്മെന്റ്. ഞാൻ അവിടെ നിന്ന് വീഡിയോ ചെയ്യുമ്പോ വരെ എനിക്ക് പേയ്മെന്റ് ഉണ്ട്. ഇതെന്തോരുണ്ടാ പൊരീനെങ്ങനെ ഉരുട്ടിട്ട് ഒരു കടി അടിക്കട്ടെ. അപ്പൊ ഇവിടെ അപ്പൊ ഇവിടെ കടി അടിക്കട്ടെ, കടി അടിക്കട്ടെ. ഈ ചെവിക്ക് ബാപ്പയും ഉമ്മ അപ്പുറത്തുണ്ട് കേട്ടോ. സോയ ബി മാമ വിളിക്കി, മേമ വിളിക്കാണ്. ഞങ്ങള് വിളിക്കൂല. ഇന്നോ ഇന്നോ അരിയുണ്ടല്ലടി. ഇത് മറ്റേ പൊരിയുണ്ട. ഇത് പൊരിയുണ്ട, അരിയുണ്ടല്ലത്. ഇന്നോടെ നല്ലോണം വ്യൂവേഴ്സ് കൂടിയാണ് കേട്ടോ. ഇപ്പം 7-8 അടുത്ത് വന്നിനു പോയിട്ടുണ്ട്. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യട്ടോ. പറ്റ അവസ്ഥയാണ്, പാവം. ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ അങ്ങനെ പറയണ പാവാണ്, സബ്സ്ക്രൈബ് ചെയ്ത് തരണം. അങ്ങനെ പറഞ്ഞത്. അച്ചു ലൈക്ക് ചെയ്തില്ല അച്ചു ഈ വീഡിയോ? ആ ലൈക്ക് ബട്ടൺ മുകളിൽ കാണുന്നില്ലേ? അച്ചു എന്തെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ. ഷെയർ ലൈവൊക്കെ വരുന്ന സമയത്ത് അപ്പ ഷെയർ. എന്റെ മക്കളെ, അതല്ലേ ഈ ലൈവ് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ അല്ലേ ഇത്? അല്ലേ? ഓക്കെ. ഞാൻ ചെയ്തു നോക്കട്ടെ കേട്ടോ. എനിക്കതിനെ പറ്റി വലിയ ഐഡിയ ഇല്ല. ഞാനതിങ്ങനെ ഷെയർ ചെയ്യാന്നുള്ളത് നോക്കിയതാട്ടോ. ഫസ്റ്റ് ടൈം അല്ലേ ഞാൻ ചെയ്തു. എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം. അതായത് ഫ്രണ്ട്സിനൊക്കെ എൻ്റെ ചാനലൊന്ന് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. നല്ല വെറുപ്പിക്കലായിരിക്കും. നിങ്ങൾക്ക് സമയം പോകാൻ ഒരു മോയന്തിരം കിട്ടി. ഞങ്ങൾ ഇവിടെ റെഡിയാണ്, അതല്ലേ? കണ്ടോ, എല്ലാത്തിനും ഓക്കെയാണ്. ഞാനത്ര ബുദ്ധിമതിയാന്നൊന്നും ഞാൻ പറയുന്നില്ല. അമ്നന്റെ സ്കൂളത്തെ ടീച്ചറൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെന്താ നമുക്കറിയാലോ. പഠിച്ചു കഴിഞ്ഞില്ല. 5 ആളുണ്ട്. നിനക്ക് ഈ ലൈവിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റില്ല വേറെ ആരെയും? ഇൻവൈറ്റ് ചെയ്യുന്ന അങ്ങനെ പറ്റില്ല, കൂടുതലായിട്ട് അറിയില്ല. ആ പ്ലസ് ബട്ടൺ കാണുന്ന പ്രസ് നോക്കിയേ. നോക്കണ്ട കേട്ടോ. പ്ലസ് സ്റ്റാർട്ട്. ഓക്കെ മതി. ഇൻവൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ടാണ്. ആരാണ് ആ പുതിയ ആള്? നമ്മുടെ ലൈവ് പുതിയ ആൾക്കാരെ കാണുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ആ പുതിയ ആള് പോയി. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞ അവിടെ ആള് പോയി. ഇല്ല, അത് ആളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്താ പറയാ, ഒരു മിനിറ്റ്. എന്ത് ശരിക്കും ലൈവില് വന്നിട്ട് കളിക്കുന്നേ? നോർമലാ തരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഈ തൊപ്പിയൊക്കെ ഇങ്ങനെ